നമസ്കാരം. ഞാൻ ആര്യ. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഏപ്രിൽ മന്തായി. അപ്പോൾ നമുക്ക് മന്ത്ലി ഷോപ്പിംഗ് വീഡിയോ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങുന്നതും ഒക്കെ. പ്രത്യേകിച്ച് സ്കിൻ കെയർ പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, എനിക്ക് ആക്നിയുടെ ഇഷ്യൂ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ രാത്രിയിൽ റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഫേസിലുള്ളതിനേക്കാളും എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മാർക്സ് ആണ് കേട്ടോ. ആക്നി എനിക്ക് നല്ലോണം കുറവുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു സ്കിൻ കെയർ, ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്കിൻ കെയർ എന്താണ്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു മാസത്തെ ഒന്നുമല്ല, ഒരു 3-4 മാസത്തെ എൻ്റെ ആ ഒരു ജേർണി എനിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ എപ്പോഴൊക്കെ അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അതൊരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ പറയുന്നത്. ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ, അതായത് ഒരു 6-7 വർഷങ്ങൾക്ക് മുന്നേക്ക് അത്രയും വീഡിയോസ് ചെയ്തപ്പോൾ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നീട്ടി പോകുന്നത്. അത് മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ മാറി എന്ന് പറയാനും പറ്റില്ല. എന്നാലും അങ്ങനെ ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ധൃതിയിലല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനത് ചെയ്യാം കേട്ടോ. ഉടനെയെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് കുറച്ചുകൂടി ഇത് ഒരു പ്രോഡക്റ്റോ ഒന്നുമല്ല, ഒരുപാട് പ്രോഡക്ട്സിനെ പറ്റിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപാട് പറയാനായിട്ടുണ്ട്. കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഇതിനെയൊക്കെ പറ്റി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതൊക്കെ പോട്ടെ, ഒരുപാട് പറഞ്ഞ് ലേറ്റ് ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ ഈ കാണിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സും എടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു നെയിൽ പോളിഷിൻ്റെ ഈ ഒരു സെറ്റാണ്. ഇത് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ആണ് കേട്ടോ. ബ്ലൂ ഹെവൻ്റെ ഒരു 5 നെയിൽ പോളിഷ് ഒരു സെറ്റാണ്. ഓക്കെ, ഇതുപോലെ നമ്മൾ ഇതിന് മുന്നേ മൈഗ്ലാമിൻ്റെ ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം പറയാം. ഇത് വലിയ പ്രൈസൊന്നും ഇല്ല കേട്ടോ. ഒരു ബിലോ 200 അങ്ങനെയൊക്കെ കിട്ടുന്നതാണ്. 5 ml 5 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ യൂഷ്വലി നമുക്ക് വലിയ പാക്കൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയൊന്നും ഫുള്ളായിട്ട് യൂസ് ചെയ്യാനും പോകുന്നില്ല. അറിയാമല്ലോ, നെയിൽ പോളിഷൊക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കളേഴ്സും കിട്ടും. ഇതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതെല്ലാം ന്യൂഡ് കളേഴ്സാണ് കേട്ടോ. ഇതുപോലെ തന്നെ നല്ല വൈബ്രൻറ്റ് കളേഴ്സ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ അങ്ങനത്തതും ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ന്യൂഡ് ഷെയ്ഡ്സ് ആണ് വാങ്ങിയത്. ഓക്കെ, ഇതാണ്ടല്ലേ, നല്ല ന്യൂഡ് ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇതെല്ലാം ഇട്ടാലും രസമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ ഇത് എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണ്, എത്ര ദിവസം നിൽക്കും, അങ്ങനെയുള്ളതിനെ പറ്റിയിട്ട് അറിയില്ല. യൂസ് ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. എന്തായാലും ഒരു മൊത്തത്തിൽ എനിക്ക് കണ്ടിട്ട് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ്. ഇത് ഞാൻ ആക്ച്വലി കഴിഞ്ഞ മാസം മുതൽ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു കുറച്ചായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതേ കണ്ടില്ലേ, ഇത്രയായി കേട്ടോ. ഓക്കെ, അതെ, ഇത്രയും ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബി ബോഡി വൈസിൻ്റെ ബോഡി വാഷാണ്. 5% AHA BHA എക്സ്ഫോലിയേറ്റിംഗ് ബോഡി വാഷാണ്. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് ഞാൻ ഇത് എന്തായാലും വാങ്ങാം എന്ന് തീരുമാനിച്ചത്. കുറേ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞ് മുന്നേ കേട്ടിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. എന്നാലും ഇപ്പോൾ ആയിട്ട് ഒത്തിരി കാണുന്നുണ്ട്. ഈ സ്ട്രോബെറി സ്കിൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉള്ളവർക്ക് ഇത് നല്ലതാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 2-3 months യൂസ് ചെയ്താൽ നല്ല വ്യത്യാസം വരും എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ട്, പ്രത്യേകിച്ച് കാലിലൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് യൂസ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് എന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊരു 2 weeks ഒക്കെ ആയിട്ടേ ഉള്ളൂ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിപ്പോഴൊന്നും ഇതിനൊരു അപ്ഡേറ്റ് തരാൻ പറ്റില്ല. ഒരു 3 months എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും എന്തെങ്കിലും ഒരു ചേഞ്ച് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ്. ഓക്കെ, പിന്നെ ഇത് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. നെയിൽ പോളിഷ് വാങ്ങിയാൽ നെയിൽ പോളിഷ് റിമൂവർ വേണമല്ലോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ വാങ്ങാറുള്ളത് ഇതാണ്. കളർ ബാറിൻ്റെ
ഈ ഒരു നെയിൽ പോളിഷ് റിമൂവറാണ് കേട്ടോ ഞാൻ വാങ്ങാറുള്ളത്. ഇത് അസറ്റോൺ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് നെയിൽസിന് കുറച്ചുകൂടി നല്ലതാണ്. നെയിൽസിൻ്റെ ആ ഒരു ഹെൽത്തും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് ഇത് അസറ്റോൺ ഫ്രീ ആയിട്ടുള്ളത് കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നെയിൽ പോളിഷ് ഇങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് ആക്ച്വലി നല്ലതല്ല. മന്ത്ലി ഷോപ്പിംഗ് വീഡിയോയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രോഡക്റ്റാണ് റേസേഴ്സ്. അപ്പോൾ ഞാനിതിപ്പം ഐബ്രോ റേസർ മാത്രമേ ഉള്ളൂ. ബോംബെ ഷേവിംഗ് കമ്പനിയുടെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ബ്രാൻഡ്സ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയ 1-2 ബ്രാൻഡ്സേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഇത് കിട്ടുകയാണെങ്കിൽ, ഇത് ഇപ്പോൾ അങ്ങനെ അവൈലബിൾ അല്ല കേട്ടോ, ചിലപ്പോൾ കിട്ടാറുമില്ല. അപ്പോൾ കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇത് വാങ്ങി സ്റ്റോക്ക് ചെയ്യാറുണ്ട്. പിന്നെ നോർമൽ റേസർ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് വാങ്ങിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഞാൻ എല്ലാ മന്തും ഇങ്ങനെ വാങ്ങുന്ന പ്രോഡക്ട്സ് ഇതൊക്കെയാണ്. കാരണം അത്രയും നമ്മുടെ എന്താ പറയുക എസെൻഷ്യൽ പ്രോഡക്ട്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണല്ലോ. ഇനി അടുത്തത് ഞാൻ വാങ്ങിയ ഒരു ഹെയർ സ്പ്രേ ആണ് കേട്ടോ. ഇതാണ്. ഇത് ഷ്വാസ്കോഫിൻ്റെ ഈ ഒരു ടഫ്റ്റ് പവർ ഹെയർ സ്പ്രേ ആണ്. ഓക്കെ, ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് അപ് ടു 72 hours പവർ ഹോൾഡാണ്. ഹോൾഡിങ് കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ അതൊന്നും എനിക്കറിയില്ല എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എന്നാലും ഇത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. അവരുടെ തന്നെ അത്യാവശ്യം റേറ്റിംഗ് റിവ്യൂസൊക്കെ ഉള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തായാലും ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യുന്നവർക്കും ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡും കൂടിയാണ്. അപ്പോൾ നോക്കട്ടെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ളത്. ഞാനിത് സീൽഡാണ്, ഓക്കെ, യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ഒക്കെ ഉള്ളൂ. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക്സ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.